ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും റീഗൽ ആക്മിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് NIOS +2 പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സയൻസ് പരമായിട്ടുള്ള ചാപ്റ്ററിലെ ബയോളജി സബ്ജക്റ്റിലെ സെൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് എടുക്കാൻ പോകുന്നത്. എല്ലാ കുട്ടികളും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. സെല്ലിനെ പരമായിട്ട് നമുക്ക് ഒരുപാട് സംശയങ്ങളുള്ള ഒരു ചാപ്റ്ററാണ് സെൽ എന്ന് പറഞ്ഞാൽ. അപ്പം സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് സെൽ. അപ്പം തുടക്കം മുതൽ അവസാനം വരെയും ഈ ഓൺലൈൻ ക്ലാസ് ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. അപ്പം എന്താണ് സെല്ല്? സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്നാണ് നമ്മൾ സെല്ലിനെ പറയാറുള്ളത്. അതായത് ഒരു ജീവന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ് ഈ പറയുന്ന സെല്ല് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം ആദ്യം പറഞ്ഞു സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. എന്താണ് ഒരു മനുഷ്യന്റെ ആണെങ്കിലും ഏത് ജീവജാലങ്ങളുടെ ആണെങ്കിലും ഒരു ശരീരം നിർമ്മിച്ചിട്ടുള്ളത് സെല്ല് കൊണ്ടാണ്. ഈ സെല്ലെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ അതിനെ ടിഷ്യൂ എന്ന് പറയുന്നത്. ഒരു കൂട്ടം സെല്ല് 1, 2, 3, 4 ഇങ്ങനെ ഒരു കൂട്ടം സെല്ല് വരുമ്പോഴാണ് നമ്മൾ അതിനെ ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ ടിഷ്യൂ എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ അതിനെ ഓർഗൻ എന്ന് പറയുന്നത്. അതിനുശേഷമുള്ളതിനെ നമ്മൾ ഓർഗാനിസം എന്ന് പറയും, അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം എന്നിങ്ങനെ നമുക്ക് പലതും പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ചെടി എടുത്തു കഴിഞ്ഞാലും ആ ചെടിയിൽ വേരുണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, അതിൽ സ്റ്റെം, ലീഫ്, ബ്രാഞ്ചസ്, ഫ്രൂട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുള്ളൂ. അതുപോലെ എല്ലാവർക്കും ഒരു ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ സെൽ എന്ന് പറയുന്നത്. അപ്പം ഈ സെല്ലിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാം ഉത്ഭവിക്കുന്നത്. അതായത് സെല്ലിൽ നിന്നും ടിഷ്യൂ വരുന്നു, ടിഷ്യൂവിൽ നിന്നും ഓർഗൻ ആകുന്നു, ഓർഗനിൽ നിന്നും ഓർഗാനിസമിലോട്ട് പോകുന്നത്. ഇനി സെല്ലിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, പ്രോകാരിയോട്ടിക്കും യൂകാരിയോട്ടിക് എന്നും. പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സെല്ലാണ്. അതിന് കൃത്യമായിട്ടുള്ള ന്യൂക്ലിയസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. പക്ഷെ യൂകാരിയോട്ടിക്കിലാണെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ന്യൂക്ലിയസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ആണ്. ഇപ്പൊ നമുക്ക് പ്രോകാരിയോട്ടിക്കിന്റെ എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ അമീബ, അതേപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ്, ഇതെല്ലാം നമുക്ക് ഏതിൽ പെടുത്താം? പ്രോകാരിയോട്ടിക്കിൽ. കാരണം അതിൽ കൃത്യമായിട്ടുള്ള ന്യൂക്ലിയസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. പക്ഷേ യൂകാരിയോട്ടിക്കിൽ വരുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ന്യൂക്ലിയസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മുടെ മനുഷ്യന്റെ സെല്ല് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ന്യൂക്ലിയസ് ഉണ്ട്. ആനിമൽസിന്റെ എടുക്കാം, കൃത്യമായിട്ടുള്ളൊരു ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷെ ന്യൂക്ലിയസ് ഇല്ലാത്തതിനെ നമ്മൾ ഏതിൽ പെടുത്തും? പ്രോകാരിയോട്ടിക് എന്നും. ന്യൂക്ലിയസ് ഉള്ളതിനെ നമ്മൾ യൂകാരിയോട്ടിക്കിലുമാണ് വരുന്നത്. ഇനി നമ്മൾക്ക് രണ്ട് തരത്തിൽ നമ്മൾ സെല്ലിന്റെ ടൈപ്സ് പഠിച്ചു. അപ്പം ഇനി നമ്മൾ സെല്ലിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഈ ബോർഡ് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ വരച്ചിട്ടുള്ളത് സെല്ലിന്റെ സ്ട്രക്ചർ ആണ് വരച്ചിട്ടുള്ളത്. ഇതില് നമ്മളുടെ സെല്ല് കവർ ചെയ്തിരിക്കുന്നത് ഡബിൾ ലെയർ മെംബ്രെയിൻ ആയിട്ടുള്ള സെൽ മെംബ്രെയിൻ വെച്ചിട്ടാണ് നമ്മളുടെ സെല്ലിനെ കവർ ചെയ്തിട്ട്. ഔട്ടർ മോസ്റ്റ് കവർ, ആ ലെയറിനെ നമ്മൾ പറയുന്ന പേരാണ് സെൽ മെംബ്രെയിൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഈ സെൽ മെംബ്രെയിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇൻ ആവാനും ഔട്ട് ആവാനും സാധിക്കും. അതായത് ഇതിന് ഓപ്പൺ ആവാനും ക്ലോസ് ആവാനും സാധിക്കും. പക്ഷെ പ്ലാന്റ് സെല്ലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ സെൽ മെംബ്രെയിൻ അല്ല നമ്മൾ കാണുന്നത്, പകരം സെൽ വോൾ ആണ് നമ്മൾ കാണാറുള്ളത്. നമ്മളുടെ ഇപ്പം ഹ്യൂമൻ ബോഡിയിലുള്ള ഒരു സെല്ല് എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ നമുക്ക് സെല്ലിൽ ക്ലോസ് ആവാനും ഓപ്പൺ ആവാനും സാധിക്കും. അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്ന ഫാറ്റി സബ്സ്റ്റൻസസ് കൊണ്ടിട്ടാണ് നമ്മളുടെ സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഈ സെൽ മെംബ്രെയിന്റെ അകത്ത് നമ്മൾ കാണുന്നതാണ് ഇങ്ങനെ കുറച്ച് ഓർഗൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഇവരെ പറയുന്ന പേര് ഓർഗനൽസ് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിലുള്ള അവയവങ്ങളിലൊക്കെ നമ്മൾ എന്ത് പറയും?
ഓർഗൻസ് എന്ന് പറയും. പക്ഷേ സെല്ലിന്റെ അകത്തുള്ള ഓരോ ഓർഗനെ നമ്മൾ പറയുന്ന പേരാണ് ഓർഗനൽസ്. കാരണം ഇപ്പം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ബ്രെയിൻ ഉണ്ട്, കിഡ്നി ഉണ്ട്, ലങ്സ് ഉണ്ട്, ലിവർ ഉണ്ട്, ഇങ്ങനെ കുറെ അവയവങ്ങളുണ്ട്. എല്ലാവർക്കും ഒരു ജോലി അല്ല, എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ജോലിയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ കിഡ്നി ചെയ്യുന്നത് പറഞ്ഞാൽ ഫിൽട്ടർ ആണ് ചെയ്യുന്നത്, ബ്രെയിൻ ചെയ്യുന്നത് വേറൊരു ജോലിയാണ്, ഹാർട്ട് ചെയ്യുന്നത് വേറൊരു ജോലിയാണ്. അപ്പം ഇവരെല്ലാവരും ഒരുമിച്ചാവുമ്പോഴാണ് ഒരു ഹ്യൂമൻ ബോഡി ആവുന്നത്. അതുപോലെ നമ്മുടെ സെല്ലിനകത്തുള്ള അവയവങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു ജോലികളുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ സെല്ലില് നമ്മൾ ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ പറയുന്ന പേരാണ് സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ. ഈ പറയുന്ന സെൽ മെംബ്രെയിൻ മെയ്ഡ് ആയിട്ടുള്ളത് ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്ന ഫാറ്റി സബ്സ്റ്റൻസസ് കൊണ്ടിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽ മെംബ്രെയിന്റെ അകത്ത് കാണുന്ന ഒന്നാണ് സൈറ്റോപ്ലാസം. അതായത് ഈ ഇങ്ങനെ കിടക്കുന്ന ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എല്ലാ ഓർഗനൽസിനെയും ക്യാരി ചെയ്യുക എന്നുള്ള ജോലിയാണ് സൈറ്റോപ്ലാസത്തിന് ഉള്ളത്. അപ്പം ഇതില് സൈറ്റോപ്ലാസത്തിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഗി ബോഡീസ്, ലൈസോംസ്, അതേപോലെ ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, ഇങ്ങനത്തെ കുറെ ഓർഗനൽസിനെ എല്ലാം ക്യാരി ചെയ്യുക എന്നുള്ളതാണ് സൈറ്റോപ്ലാസം. അതേപോലെ തന്നെ ന്യൂക്ലിയസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ സൈറ്റോപ്ലാസം വഴിയാണ്. ഇപ്പം റൈബോസോംസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, കുഞ്ഞു ക്ലാസ്സിൽ മുതൽ നമ്മൾ പഠിക്കുന്നതാണ് റൈബോസോംസ്. ഈ റൈബോസോംസിനെ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ചാനലായിട്ട് നമുക്ക് ആരെ പറയാം, സൈറ്റോപ്ലാസത്തിനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതിൽ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളിങ് സെന്റർ നമുക്ക് പറയാം. നമ്മളുടെ ജനറ്റിക് ഇൻഫോർമേഷൻ എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നും നമുക്ക് ന്യൂക്ലിയസിനെ വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ കുറേ പഠിക്കാനുണ്ട്. ന്യൂക്ലിയസ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ന്യൂക്ലിയസിന്റെ ചുറ്റിനും കാണുന്നതിനെ നമ്മൾ പറയണതാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ പറയുന്ന ന്യൂക്ലിയർ മെംബ്രെയിന്റെ അകത്ത് നമുക്ക് ന്യൂക്ലിയോലസും കാണാം. അതേപോലെ സെൽ ഡിവിഷൻ നടക്കുന്നതിന് മുന്നേ നമ്മൾ ന്യൂക്ലിയസ് നോക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു ചാനൽ പോലെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ഒരു നെറ്റ്വർക്ക് പോലെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ പറയുന്നതാണ് ക്രോമാറ്റിൻ. സെൽ ഡിവിഷൻ നടക്കുന്നതിന് മുൻപേ നമ്മൾ ന്യൂക്ലിയസ് നോക്കി കഴിയുമ്പോൾ നമുക്ക് ക്രോമാറ്റിൻ ഫോമിലാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പം ന്യൂക്ലിയോലസും ക്രോമാറ്റിൻ, ന്യൂക്ലിയോലസിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൈബോസോംസിനെ പ്രൊഡ്യൂസ് ചെയ്യുക, ടു പ്രൊഡ്യൂസ് റൈബോസോംസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ന്യൂക്ലിയോലസിന്റെ ജോലി. നമ്മളുടെ ക്രോമാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ക്രോമാറ്റിൻ നമ്മൾ പറഞ്ഞു നെറ്റ്വർക്ക് ഓഫ്, ഈ പറയുന്ന DNA എല്ലാം ഇരിക്കുന്നത് ഏതിലാണ്, ക്രോമാറ്റിനിലാണല്ലോ ഇരിക്കുന്നത്. DNA എന്ന് പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ, ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അതിനെയാണ് നമ്മൾ DNA എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ക്രോമാറ്റിൻ എല്ലാം ഫോം ചെയ്ത് ഇതൊരു ഫൈബർ ആണ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്, ക്രോമോസോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ന്യൂക്ലിയസിന്റെ അകത്തുള്ള ക്രോമാറ്റിൻ എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ അതിനെ ക്രോമോസോംസ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ ശരീരത്തിൽ സെൽ ഡിവിഷൻ നടന്നതിന് ശേഷം നമ്മൾ സെല്ലെടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും സെൽ അല്ലാതെ കാണാൻ വേണ്ടി പറ്റത്തില്ല. മൈക്രോസ്കോപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സെൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ന്യൂക്ലിയസിന്റെ അകത്തിരിക്കുന്ന ഈ ക്രോമോസോംസ് നമ്മളുടെ ശരീരത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ക്രോമോസോംസ് നമുക്ക് എത്രയായിട്ടേ കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ, 23 പെയർ, 23 പെയർ ഓഫ് ക്രോമോസോംസ് ആണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മൊത്തം 1, 2, 3 അങ്ങനെ നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ 46 ക്രോമോസോംസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ക്രോമോസോംസിന്റെ പെയർ നോക്കുവാണെങ്കിൽ 23 പെയർ ഓഫ് ക്രോമോസോംസ് ആണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ സെല്ല്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എവിടെ നമ്മൾ സെല്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സെല്ലിൽ 23 പെയർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ 23 പെയർ 1, 2, 3 എണ്ണുവാണെങ്കിൽ എത്ര കിട്ടും, 46 ക്രോമോസോംസ് നമുക്ക് കിട്ടാം. ഓക്കെ, പക്ഷേ നമ്മളുടെ മനുഷ്യ ശരീരത്തില് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെല്ലുണ്ട്, ഗാമറ്റ്സ് എന്ന് പറയാം, സെക്സ് സെൽ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ മെയിൽസില് സ്പേമും ഫീമെയിലില്
ഓവം, ഇങ്ങനെ രണ്ടായിട്ടുണ്ട്. ഇതിൽ നമ്മൾ സ്പേമിന്റെ സെൽ കൗണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് 23 പേരല്ല, പകരം 23 എണ്ണമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതേപോലെ തന്നെ ഫീമെയിലിൽ ഓവ നോക്കുവാണെങ്കിൽ 23 എണ്ണം, 23 എണ്ണത്തിൽ നമുക്ക് ക്രോമോസോംസ് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നു, 46 ക്രോമോസോംസ് ആണ്. അപ്പം അതില് ഈ പറയുന്ന മെയിൽസിന്റെ സ്പേമും ഫീമെയിലിന്റെ ഓവവും കൂടി ഒരുമിക്കുമ്പോഴാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഈ സൈഗോട്ടിലെ സെല്ലെടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ നമുക്ക് എത്ര കിട്ടും, നമ്മളുടെ നേരത്തെ നമ്മൾ പഠിച്ച 46 ക്രോമോസോംസ് നമുക്ക് എവിടെ കിട്ടും, നമ്മളുടെ സൈഗോട്ടിൽ നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? ഒന്നും കൂടെ പറയാം. നമ്മുടെ സെല്ല്, നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ വളരെ വേണ്ടപ്പെട്ട, നമ്മുടെ ഇപ്പം സ്കിൻ ആണെങ്കിലും നമ്മളുടെ ബ്ലഡ് ആണെങ്കിലും, നമ്മളുടെ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി സെല്ലുലാർ ആണ്. മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ. അതായത് ഇപ്പൊ ബ്ലഡിലുള്ളത് വേറെ സെല്ലാണ്, സ്കിന്നിലുള്ളത് വേറെ സെല്ലാണ്, ഓരോരോ അവയവങ്ങളുള്ളത് വേറെ സെല്ലാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സെല്ലുകളെല്ലാം ഒരുമിച്ച് ഫോം ചെയ്ത് നിൽക്കുന്നതാണ് ഒരു യൂക്കാരിയോട്ടിക് എന്ന് പറയുന്നത്. അപ്പം വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ഹ്യൂമൻ ബോഡി എടുക്കാം. അപ്പം ഈ ഹ്യൂമൻ ബോഡിയുടെ ഒരു സെല്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് ചുറ്റിനും കാണുന്ന നമ്മൾ എന്തെന്ന് പറയും, സെൽ മെംബ്രെയിൻ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയും. ഈ സെൽ മെംബ്രെയിൻ കവർ ചെയ്തിട്ടുള്ളത് ഏതിലാണ്, നമ്മളുടെ ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്ന ഫാറ്റി സബ്സ്റ്റൻസസ് കൊണ്ടിട്ടാണ് സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ ഈ സെൽ മെംബ്രെയിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ പ്ലാന്റ് സെല്ലൊക്കെ എടുക്കുവാണെങ്കിൽ അതിന് ക്ലോസ് ആവാനോ എൻഡ് ആവാനോ പറ്റത്തില്ല, കാരണം അതിൽ സെൽ വോൾ ആണ്. പക്ഷെ യൂക്കാരിയോട്ടിക്കിൽ നമ്മൾ നോക്കുക, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നോക്കുവാണെങ്കിൽ അതിന് ഓപ്പൺ ആവാനും ക്ലോസ് ആവാനും വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിയത് എന്താണ്, സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസസ് ആണ്. നമ്മൾ ഈ പറയുന്ന സെല്ലിനെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് ഏത്, നമ്മുടെ സൈറ്റോപ്ലാസം. ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസസ് ആണ്. അതേപോലെ ഈ പറയുന്ന സൈറ്റോപ്ലാസത്തിലാണ് നമ്മുടെ സെല്ലിനകത്തുള്ള എല്ലാ ഓർഗനൽസിനെയും സൈറ്റോപ്ലാസം ആണ് ക്യാരി ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പഠിച്ചത് ആരാണ്, ന്യൂക്ലിയസിനെ കുറിച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ന്യൂക്ലിയസിന്റെ പ്രത്യേകത എന്താണ്, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളിങ് സെന്റർ നമുക്ക് പറയാം. അതേപോലെ നമ്മുടെ ജനറ്റിക് ഇൻഫോർമേഷൻ എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ന്യൂക്ലിയസിനെ കവർ ചെയ്ത് വരുന്നതാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഈ ന്യൂക്ലിയർ മെംബ്രെയിന്റെ അകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ന്യൂക്ലിയോലസ്, ദെൻ ക്രോമാറ്റിൻ. ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈബോസോംസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. റൈബോസോംസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന ഒന്നാണ് റൈബോസോംസ്. അപ്പൊ ഈ റൈബോസോംസിനെ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ അറിയണം, ന്യൂക്ലിയോലസ് ആണ് എന്ത് ചെയ്യുന്നത്, റൈബോസോംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ ക്രൊമാറ്റിൻ ഫോമിലാണ് നമ്മൾ സെൽ ഡിവിഷൻ നടക്കുന്നതിന് മുന്നേ നമ്മൾ സെല്ലെടുത്ത് നോക്കി കഴിയുമ്പോൾ അതിൽ ക്രൊമാറ്റിൻ ഫോമിലാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഈ ക്രൊമാറ്റിൻ എന്ത് ചെയ്യുന്നു, സെൽ ഡിവിഷന് ശേഷം ക്രൊമാറ്റിൻ മാറി ക്രോമോസോംസിലോട്ട് എത്തും. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൽ ഏത് സ്ഥലത്ത് നമ്മൾ സെല്ലെടുത്ത് നോക്കി കഴിഞ്ഞാലും ക്രോമോസോംസ് മൊത്തം 46 ക്രോമോസോംസ് ആണ്. പെയറായിട്ട് നോക്കുവാണെങ്കിൽ 23 ആണ്. ഇതിൽ ഫീമെയിലാണെങ്കിൽ മൊത്തത്തില് എക്സ് ക്രോമോസോംസ് ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നത്. ബോയ്സിലാണെങ്കിൽ നമുക്ക് എക്സും വൈ ക്രോമോസോംസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. വൈ ക്രോമോസോംസ് ഉള്ളത് ആരിലാണ്, മെയിൽസിലാണ് വൈ ക്രോമോസോംസ് ഉള്ളത്. ഫീമെയിൽസിൽ എക്സ് ക്രോമോസോംസ് ആണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പം ഈ പറയുന്നതിൽ നമുക്ക് എന്തുണ്ട്, DNA ഉണ്ട്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പം ഇതിൽ എന്ന് പറയുമ്പോൾ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയായിരിക്കുമല്ലോ, വേറെ എന്താണ്, നമ്മളുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ എല്ലാ ഇൻഫോർമേഷനും നമ്മളിപ്പം സീരിയലും സിനിമയൊക്കെ കാണുമ്പോൾ നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പറയാറില്ലേ, DNA ടെസ്റ്റ് ചെയ്ത് നോക്കാം, അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ പല കഥകളിലും കേൾക്കാറുണ്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ജനറ്റിക് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും നമ്മൾ ഏതിലാണുള്ളത്, നമ്മളുടെ ന്യൂക്ലിയസിനകത്ത് DNA ഉണ്ട്. DNA നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി പറ്റും. ഇതിൽ നമുക്ക് വേറെ ഒന്ന് കാണാൻ വേണ്ടി പറ്റുന്നതാണ് ജീൻ എന്ന് പറയുന്നത്. ജീൻ നമ്മൾ എല്ലാവർക്കും അറിയാം, ജീൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ജീൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതിൽ നമ്മളിപ്പം സിമിലാരിറ്റി വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇപ്പൊ അച്ഛന്റെ അതേ മുഖഛായ അല്ലെങ്കിൽ അമ്മയുടെ അതേ കളറ്, നമ്മൾ ഇങ്ങനെയൊക്കെ സിമിലാരിറ്റി ചെയ്യാറുണ്ട്. അപ്പം അതേപോലുള്ളതിലാണ് നമ്മൾ എന്ത് പറയണത്, ജീൻ എന്ന് നമ്മൾ പറയുന്നത്. ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം.
ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ന്യൂക്ലിയസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതിലുണ്ട് ന്യൂക്ലിയസിനകത്ത്. പക്ഷെ നമ്മുടെ NIOS പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കവർ ചെയ്താൽ മതി. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പാസ്സാവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനിയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഇത്രയും ക്ലാസ് നമുക്ക് തീരുന്നില്ല, ന്യൂക്ലിയസ് വരെ ഉള്ളത് ഞാനിപ്പം നോക്കി. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള നമ്മുടെ എല്ലാ ഓർഗനൽസിനെയും കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഇതുവരെയുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളുടെ യൂട്യൂബ് ചാനലിന്റെ താഴെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഇടാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു റിപ്ലൈ തന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഇത്രയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പാർട്ട് 1 എടുക്കുന്നത്. പാർട്ട് 2ന്റെ ക്ലാസ് ഇനി അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവരും കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. എക്സാം ഒക്കെ അടുത്ത് വരാറായി. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.